ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായിരുന്നേ. കാരണം നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇത് ആഘോഷിച്ചത്. അപ്പോൾ അപ്പച്ചിയുടെ അവിടെ വെച്ചാണ് ഫംഗ്ഷനൊക്കെ പ്ലാൻ ചെയ്തത്. അങ്ങനെ രാവിലെ തന്നെ ഞാൻ വെമ്പായത്തു നിന്ന് വന്നായിരുന്നു. ഞാനും ചേച്ചിയും അനിയത്തിയും ഉണ്ടായിരുന്നു. നമ്മൾ മൂന്നുപേരും കൂടി അവളെ വീട്ടിൽ നിന്ന് നേരെ താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു വവ്വാൽ ചത്ത് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതും കണ്ടിട്ട് നടന്ന് ആ അപ്പച്ചിയുടെ വീട്ടിലോട്ട് കയറിയപ്പോൾ അടുത്തടുത്താണ് വീട്, ഒരുപാട് ദൂരെ നിന്നില്ല, എല്ലാവരും വീടും അടുത്തടുത്താണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവരിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് അഞ്ജന ചേച്ചിയെ, ഞങ്ങളുടെ അപ്പച്ചിയുടെ മോൻ്റെ വൈഫാണ്, നന്നായിട്ട് വരയ്ക്കും. ഇതാണ് നമ്മുടെ കൊച്ചിച്ചൻ. കൊച്ചിച്ചൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഭയങ്കര ജാടയിൽ നിൽക്കുവാണ്. വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് ഇവൾ നെല്ലിക്ക് അതും ഇതൊക്കെ അടിച്ച് മാറ്റുന്നുണ്ട്. ഇവൾ എന്ത് കണ്ടാലും പോയി കൈയിട്ട് വരുന്ന സ്വഭാവമാണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നും കൂടെ അമ്മാമ്മയെ കാണാനായിട്ട് താഴോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ അമ്മാമ്മ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ വല്യച്ഛനെ കണ്ട് ഒരു ഹായും പറഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് കയറി നടന്ന് തിരിച്ച് പോയി. അപ്പോഴത്തേക്കും അനിയൻ വിളിച്ചായിരുന്നു. ഇതാണ് അനിയത്തിയുടെ ഹസ്ബൻഡ്. അവൻ വിളിച്ച കാര്യം പറഞ്ഞിട്ടൊക്കെ ഇരുന്നു. അങ്ങനെ വല്യച്ഛനാണെങ്കിൽ വെള്ളം ചൂടാക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് മടി. അങ്ങനെ വെള്ളമൊക്കെ ചൂടാക്കി എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ നമ്മളിവിടെ കാര്യം പറഞ്ഞൊക്കെ അങ്ങനെ ഇരിക്കുവാണ്. എല്ലാവർക്കും കൂടുമ്പോഴത്തേക്ക് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ഒരുപാടുണ്ടായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള നേരമായി. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. 25 പേർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. ബിരിയാണി, ചിക്കൻ ഫ്രൈ, ഐസ്ക്രീം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഓർഡർ ചെയ്താണ് കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റെസ്റ്റ് എടുക്കാനായിട്ട് നമ്മൾ ഇരുന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടി പുറത്തോട്ട് ഇറങ്ങി. മുറ്റത്ത് നിന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാലും സംസാരം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കുന്നതല്ലേ സന്തോഷം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പുറത്ത് പോയായിരുന്നു കേട്ടോ. അപ്പം അവൾ അന്താക്ഷരി കളിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ പുറകെ അടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഉച്ചയ്ക്ക് ഭയങ്കര വെയിലും ഒരു മൂടില്ലായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് വെച്ചിട്ട് അവർ സൈക്കിളൊക്കെ ചവിട്ടി കളിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ അപ്പച്ചിയുടെ ഇളയ മോൻ കേട്ടോ. കൊച്ചു പിള്ളേരുടെ സ്വഭാവമാണെന്ന് കണ്ടാൽ മനസ്സിലായില്ലേ. അപ്പം അത് മാത്രമല്ല, എൻ്റെ വല്യച്ഛനും ഇപ്പം പ്രായം ചെല്ലുന്തോറും കൊച്ചു കുട്ടികളുടെ സ്വഭാവമായിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാലായിട്ട് മനസ്സിലാവും. കണ്ടോ, ഇതൊക്കെ ഒരുപാട് നേരം അവരിങ്ങനെ തന്നെ കളിച്ചു. അതിനുശേഷം വൈകിട്ടത്തേക്കുള്ള ഫുഡ് റെഡിയാക്കാനുള്ള പ്ലാനായിരുന്നേ. വൈകിട്ട് കപ്പയും പിന്നെ മീൻകറിയായിരുന്നു. എൻ്റെ ചേച്ചിയാണ് കേട്ടോ, കൊല്ലം സ്റ്റൈലിലെ മീൻകറിയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കപ്പയൊക്കെ പൊളിച്ച് അങ്ങനെ ഇട്ട് കൊടുത്തായിരുന്നു. അങ്ങനെ മീൻകറിയൊക്കെ റെഡിയായി. കൊച്ചിനാണ് കേട്ടോ ഫസ്റ്റ് ടേസ്റ്റ് നോക്കിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് നേരെ ശ്രീജയുടെ വീട്ടിലോട്ട് കയറിപ്പോയി. ആ ചുവന്ന ടീഷർട്ട് ഇട്ട ആളാണ് ശ്രീജ, എൻ്റെ മൂത്ത ചേച്ചി. അപ്പോൾ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും കേക്ക് കട്ട് ചെയ്യാൻ സമയമായെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങൾ മേടിച്ച കേക്ക്. അത്യാവശ്യം നല്ല കേക്ക് തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലേവറുള്ള കേക്കായിരുന്നു, ഫ്രഷായിരുന്നു. നമ്മൾ ചെന്ന ടൈമിൽ അവരവിടെ ഉണ്ടാക്കുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്താണ് മേടിച്ച് വന്നത് കേട്ടോ. അപ്പം നമ്മളിത് അപ്പച്ചിയുടെ ഇളയ മോൻ്റെ വീട്ടിൽ വെച്ചാണ് കട്ട് ചെയ്തത്. അത് നമ്മുടെ അമ്മാമ്മയെ കൊണ്ടാണ് കട്ട് ചെയ്യിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ അമ്മാമ്മയ്ക്ക് കേക്ക് കട്ട് ചെയ്യണം എങ്ങനെയാണോ ഒന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ കൈ പിടിച്ചാണ് അത് കട്ട് ചെയ്യിപ്പിച്ചത്. ഇങ്ങനെ ഒരു മൊമെൻ്റ് എനിക്ക് എൻ്റെ ലൈഫിൽ വളരെ സന്തോഷം തരുന്ന ഒന്നായിരുന്നു. കാരണം നമുക്ക് ഇതുപോലൊരു ആഘോഷമോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരു ക്രിസ്മസ് ആഘോഷം അതൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്രയും ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അവിടെ ഇരുന്ന് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. എല്ലാം കഴിഞ്ഞ ശേഷം വൈനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വൈനൊക്കെ കുടിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ രാവിലെ മുതൽ അനിയത്തി പറയുന്നുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ഗെയിം കളിക്കാം. അങ്ങനെ പിള്ളേരെ കൊണ്ട് കസാരയൊക്കെ ചുറ്റിച്ച് കുറച്ച് നേരം ഒക്കെ ഉള്ളൊരു ഓട്ട മത്സരം ഒക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഈ പെൺപിള്ളേരുടെയൊക്കെ ഡാൻസ് ആയിരുന്നു കേട്ടോ. അവർക്കാണെങ്കിൽ പിന്നെ ഡാൻസ് കളിക്കാൻ അറിയാത്തതുകൊണ്ട് പിന്നെ ആരും നിൽക്കുന്നൊന്നും നോക്കിയില്ല. എല്ലാവരും കൂടി കുത്തി മറിഞ്ഞുള്ള ഡാൻസ് ആയിരുന്നു. അപ്പോൾ വല്യച്ഛനായിരുന്നു മുൻപന്തിയിൽ നിന്നത് കേട്ടോ. ഒരു ഗ്ലാസ്സിൽ വൈനും കൊണ്ടായിരുന്നു വല്യച്ഛൻ്റെ ഡാൻസ്. പിന്നെ എല്ലാവരും കൂടി ഡാൻസ് കളിച്ച് ശരിക്കും അവരൊന്ന് ടയേർഡായപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാഴയിലയിൽ എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു വിളമ്പി കഴിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു സന്തോഷമല്ലേ, അങ്ങനെ എല്ലാവരും കൂടി കഴിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ റീലിൻ്റെ 2 പ്രാക്ടീസൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഈ വർഷത്തെ ക്രിസ്മസ് എന്തായാലും നമ്മളങ്ങ് അടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടോ.